എന്താണ് കൺസോൾട്ടേഷൻ പ്രോസസ്സ്? എന്തിനാണ് ഈ പ്രോസസ്സ് ചെയ്യുന്നത്? കളർ ഗ്രേഡിംഗ് സ്റ്റുഡിയോയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ പ്രോസസ്സ് എങ്ങനെയാണ് ചെയ്യുന്നത്? ഏതൊക്കെ ഓപ്ഷൻസ് ആണ് അനേബിൾ ആൻഡ് ഡിസേബിൾ ചെയ്യേണ്ടത്? ഈ വീഡിയോയിൽ ഉപയോഗിച്ചിരിക്കുന്ന ഫൂട്ടേജസ് എല്ലാം ആരി ഒഫീഷ്യൽ സാമ്പിൾ ഫൂട്ടേജസ് ആണ്. ഈ ഫൂട്ടേജസ് എല്ലാം കളർ മാനേജ് ചെയ്യാത്ത ഫൂട്ടേജസ് ആണ്. അതുകൊണ്ട് റോ ആയിട്ടായിരിക്കും വ്യൂവറിൽ കാണുന്നത്. കൺസോൾട്ടേഷൻ പറയുന്നതിന് മുന്നേ സ്റ്റുഡിയോയിൽ ഉപയോഗിക്കുന്ന റൈഡ് സ്റ്റോറേജിനെ കുറിച്ച് പറയണം. വളരെ സ്പീഡ് കൂടിയ റീഡ് ആൻഡ് റൈറ്റ് ചെയ്യാൻ ശേഷിയുള്ള സ്റ്റോറേജ് ആണ് റൈഡ് സ്റ്റോറേജ്. ഈ സ്റ്റോറേജ് ഉപയോഗിക്കുന്നത് റോ ക്ലിപ്സുകൾ റിസോൾവിൽ പ്ലേ ചെയ്യുമ്പോൾ സ്റ്റക്കില്ലാതെ പ്ലേബാക്ക് കിട്ടാൻ വേണ്ടിയാണ്. റെയ്ഡ് സ്റ്റോറേജിൽ ആവശ്യമുള്ള ക്ലിപ്പുകൾ മാത്രം സ്റ്റോർ ചെയ്യാറുള്ളൂ. 70-80% വരെയുള്ള സ്റ്റോറേജ് മാത്രമാണ് ഉപയോഗിക്കാവൂ. അതിൽ കൂടുതൽ ഉപയോഗിച്ചാൽ സ്റ്റോറേജിന്റെ ഹെൽത്തും അതുപോലെ സ്പീഡും കുറയുന്നതാണ്. വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സിനിമയ്ക്ക് 40 ഹാർഡ് ഡിസ്ക് ഉണ്ടെന്ന് വിചാരിക്കുക. ആ 40 ഹാർഡ് ഡിസ്കും 4 TB ഹാർഡ് ഡിസ്ക് ആണ്. അതിൽ ഫുൾ റോ ഫൂട്ടേജസും ഉണ്ട്. ഈ ഫൂട്ടേജസ് ഏകദേശം 150 അല്ലെങ്കിൽ 160 TB വരെ വരാവുന്നതാണ്. ഈ റോ ഫൂട്ടേജുകൾ എല്ലാം ഓക്കെ ഷോട്ടുകൾ ആയിരിക്കില്ല. പല ഫൂട്ടേജസും ഉപയോഗിച്ചിട്ടുണ്ടാവില്ല. അതുപോലെ എഡിറ്റർ എഡിറ്റ് ചെയ്ത് മോസ്റ്റ് സീനുകൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഈ 150 TB ഫൂട്ടേജസ് സ്റ്റോറേജിൽ സ്റ്റോർ ചെയ്താൽ സ്റ്റോറേജിന്റെ സ്പേസ് വേസ്റ്റ് ചെയ്യുന്നത് പോലെയായിരിക്കും. അതുപോലെ ഒന്നിൽ കൂടുതൽ സിനിമകൾ റിലീസ് ചെയ്യുന്ന സ്റ്റുഡിയോയിൽ ബാക്കിയുള്ള സിനിമയുടെ റോ ഫൂട്ടേജസ് സ്റ്റോർ ചെയ്യാൻ സ്പേസ് ഉണ്ടാവില്ല. ഇങ്ങനെയുള്ള പ്രശ്നം സോർട്ട് ചെയ്യാൻ വേണ്ടിയാണ് കൺസോൾട്ടേഷൻ എന്ന പ്രോസസ്സ് ചെയ്യുന്നത്. കൺസോൾട്ടേഷൻ പ്രോസസ്സിലൂടെ എഡിറ്റ് ചെയ്ത ക്ലിപ്പുകളുടെ ഉപയോഗിച്ച അത്രയും ഭാഗം മാത്രം റോ ഫൂട്ടേജ് ആയി തന്നെ സേവ് ചെയ്യുന്ന മീഡിയ മാനേജ്മെന്റ് ആണ് കൺസോൾട്ടേഷൻ. കൺസോൾട്ടേഷൻ പ്രോസസ്സിലൂടെ എഡിറ്റ് ചെയ്ത ക്ലിപ്പുകൾ എല്ലാം റോ ഫയൽസ് ആയി തന്നെ നിലനിൽക്കുന്നതാണ്. വേണമെങ്കിൽ ഉപയോഗിച്ച ക്ലിപ്പുകളുടെ ഹെഡും ടെയിലും ഫ്രെയിംസ് എക്സ്റ്റെൻഡ് ചെയ്ത് അഥവാ ഫ്രെയിം ഹാൻഡിൽസ് വെച്ച് സേവ് ചെയ്യാവുന്നതാണ്. ഒരു 20 മിനിറ്റുള്ള റീൽസിന്റെ റോ ഫൂട്ടേജസ് കൺസോൾട്ടേഷന് മുന്നേ ഏകദേശം 1.5 TB അല്ലെങ്കിൽ അതിൽ കൂടുതലോ വരാൻ സാധ്യതയുണ്ട്. കൺസോൾട്ടേഷൻ ചെയ്തു കഴിഞ്ഞാൽ ഏകദേശം 500 GB മുതൽ 800 GB വരെ കുറയാറുണ്ട്. കൺസോൾട്ടേഷൻ പ്രോസസ്സിൽ ഉപയോഗിക്കുന്ന ഓപ്ഷനിൽ വരുന്ന വ്യത്യാസമനുസരിച്ച് ഇതിൽ സ്പേസ് കൂടാനും കുറയാനും സാധ്യതയുണ്ട്. എങ്ങനെ കൺസോൾട്ടേഷൻ പ്രോസസ്സ് ചെയ്യാം? അതിനായി കൺഫേം ചെയ്ത് വെച്ചിരിക്കുന്ന ടൈം ലൈനിലെ ക്ലിപ്പുകളെല്ലാം സെലക്ട് ചെയ്ത് ഫയൽസിൽ പോയി മീഡിയ മാനേജ്മെന്റ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ മീഡിയ മാനേജ്മെന്റ് വിൻഡോ വരുന്നതാണ്. ഇതിൽ പല ഓപ്ഷൻസ് ഉണ്ട്. ഒന്നാമത്തെ ഓപ്ഷൻ എൻറ്റയർ പ്രൊജക്ട് കംപ്ലീറ്റ് ആയി അഥവാ അതിലുള്ള ടൈം ലൈനുകളെല്ലാം കൺസോൾട്ടേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഓപ്ഷനാണ്. അടുത്തത് ടൈം ലൈൻ എന്ന പേജിൽ ടൈം ലൈനുകൾ സെലക്ട് ചെയ്ത് കൺസോൾട്ടേറ്റ് ചെയ്യുന്ന ഓപ്ഷനാണ്. പിന്നെയുള്ളത് ക്ലിപ്സ് എന്ന ഭാഗമാണ്. അതിൽ നമ്മൾ സെലക്ട് ചെയ്ത ക്ലിപ്സുകൾ ഉപയോഗിച്ച് കൺസോൾട്ടേറ്റ് ചെയ്യുന്നു. അടുത്തതായി കൺസോൾട്ടേഷൻ ചെയ്ത ഫൂട്ടേജിന്റെ ഡെസ്റ്റിനേഷൻ എവിടെയാണോ അത് വെക്കാനുള്ള ഓപ്ഷനാണ്. ഇതിൽ കൺസോൾട്ടേറ്റ് ചെയ്ത് എവിടെയാണോ സ്റ്റോർ ചെയ്യേണ്ടത് ആ ഡെസ്റ്റിനേഷൻ ഇവിടെ കൊടുക്കാവുന്നതാണ്. അതിനുശേഷം ഇതിൽ ഏത് രീതിയിൽ വേണമെങ്കിലും കൺസോൾട്ടേഷൻ ചെയ്യാവുന്നതാണ്. ഞാൻ സാധാരണ ഉപയോഗിക്കുന്നത് ക്ലിപ്സ് സെലക്ട് ചെയ്തിട്ടുള്ള രീതിയാണ്. ഇതിൽ ഡെസ്റ്റിനേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അടുത്തതായി യൂസ് എന്ന ഓപ്ഷനിൽ സെലക്ടഡ് ടൈം ലൈൻ ക്ലിപ്സ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം കോപ്പി എന്ന ഓപ്ഷനിൽ യൂസ് മീഡിയ ആൻഡ് ട്രിം കീപ് 24 ഫ്രെയിംസ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് എത്ര ഹാൻഡിൽസ് ആണോ വെക്കേണ്ടത് അത്രയും ഹാൻഡിൽസ് ഇവിടെ കൊടുക്കാവുന്നതാണ്. ഞാൻ സാധാരണ 24 ഫ്രെയിംസ് ആണ് വെക്കാറുള്ളത്. ചില സാഹചര്യങ്ങളിൽ 3 സെക്കൻഡ് വരെ വെക്കാറുണ്ട്. എഡിറ്റിൽ നല്ല ചേഞ്ച് വരുന്ന സിനിമകൾക്ക് ഈ രീതിയിൽ കൂടുതൽ ഹാൻഡിൽസ് വെക്കാവുന്നതാണ്. അടുത്തതായി സേവ് ചെയ്യുമ്പോൾ പ്രൊജക്റ്റിന്റെ നെയിം, സബ് നെയിം ഈ രീതിയിൽ ഉപയോഗിക്കാനുള്ള ഓപ്ഷനാണ്. ഞാൻ ഈ ഓപ്ഷൻ ഒന്നും ഉപയോഗിക്കാറില്ല. യൂസിൽ സെലക്ടഡ് ടൈം ലൈൻ ക്ലിപ്സും കോപ്പിയിൽ യൂസ്ഡ് മീഡിയ ആൻഡ് ട്രിം കീപ് 24 ഫ്രെയിം ഹാൻഡിൽ എന്ന ഓപ്ഷൻ മാത്രം ഉപയോഗിക്കാറുള്ളൂ. അതുപോലെ തന്നെ ഒരു ഓപ്ഷൻസ് കൂടിയുണ്ട്, കൺസോൾട്ടേറ്റ് മൾട്ടിപ്പിൾ സെഗ്മെന്റ് ഇൻ ടു 1 ഫയൽ. ഈ ഓപ്ഷൻ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു വലിയ ക്ലിപ്പിന്റെ പല ഭാഗങ്ങളും ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഫ്രെയിം ഹാൻഡിൽസ് വെച്ച്
കൺസോളിഡേറ്റ് ചെയ്താൽ ചിലപ്പോൾ കറക്റ്റായി വരാറില്ല. ഈ ഓപ്ഷൻ ഉപയോഗിക്കുമ്പോൾ ആ ക്ലിപ്പിന്റെ ഉപയോഗിച്ച ഭാഗങ്ങളെല്ലാം ഒരുമിച്ച് ഒറ്റ ഫയലായി കൺസോളിഡേറ്റ് ചെയ്യുന്നതാണ്. സാധാരണ രീതിയിൽ കൺസോളിഡേറ്റ് ചെയ്തിട്ട് വർക്ക് ആവാത്ത ക്ലിപ്പുകൾ മാത്രം ഇങ്ങനെ വീണ്ടും സെലക്ട് ചെയ്ത് കൺസോളിഡേറ്റ് ചെയ്യാറുള്ളൂ. ഇതിൽ കൂടുതൽ ഓപ്ഷൻസ് ഉണ്ട്. ഈ ഓപ്ഷൻസ് എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ ഈ വീഡിയോയുടെ ലെങ്ത് കൂടുന്നതാണ്. ഏറ്റവും മെയിൻ ഓപ്ഷനുകൾ ആണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. ഇനി കൺസോളിഡേഷൻ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. കൺസോളിഡേറ്റ് ചെയ്യാൻ 1.5 TB നിന്നും കൺസോളിഡേറ്റ് ചെയ്യുമ്പോൾ ഏകദേശം 1 മുതൽ 6 മണിക്കൂർ വരെ ടൈം വരാറുണ്ട്. ഹാർഡ് ഡിസ്കിന്റെ കമ്പനി അനുസരിച്ച് പിന്നെ അതിന്റെ യൂസേജും അനുസരിച്ച് വ്യത്യാസം വരുന്നതാണ്. ലാസി ബ്രാൻഡ് ആണെങ്കിൽ കുറച്ചുകൂടി സ്പീഡ് കൺസിസ്റ്റന്റ് ആയി നിൽക്കുന്നതാണ്. അതുപോലെ ഒരുപാട് സിനിമകൾ സ്റ്റോർ ചെയ്യാൻ ഉപയോഗിച്ച സെക്കൻഡ് ഹാൻഡ് ഹാർഡ് ഡിസ്കുകൾ ആണെങ്കിൽ സ്ലോ ആവുന്നതാണ്. സിസ്റ്റത്തിന്റെ കോൺഫിഗറേഷനും PC-യും Mac-ഉം തമ്മിൽ ഉള്ള വ്യത്യാസം അനുസരിച്ചും ഇതിൽ ടൈം കൂടാനും കുറയാനും ചാൻസ് ഉണ്ട്. നല്ല സിസ്റ്റം ആണെങ്കിൽ സ്പീഡിൽ കഴിയുന്നതാണ്. ഇവിടെ ചെറിയൊരു ടൈം ലൈൻ ആയതുകൊണ്ട് കൺസോളിഡേഷൻ ചെയ്യാൻ അധികം സമയമെടുത്തില്ല. ഗ്രേഡിംഗ് സ്റ്റുഡിയോയിലാണെങ്കിൽ RAID സ്റ്റോറേജിലായിരിക്കും കൺസോളിഡേറ്റ് ചെയ്ത ഫയൽസ് ഡെസ്റ്റിനേഷൻ വെക്കുന്നത്. അടുത്തതായി ഈ ഫയൽ വെച്ച് കളർ ഗ്രേഡിംഗ് ചെയ്യാനുള്ള പ്രൊജക്റ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം? അതിനായി ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന കൺസോളിഡേഷൻ പ്രൊജക്റ്റിനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക. അതിനുശേഷം അതിന്റെ നെയിം ചേഞ്ച് ചെയ്ത് സേവ് ചെയ്യുക. ഈ മാസ്റ്റർ ബിന്നുകൾ എല്ലാം ഡിലീറ്റ് ചെയ്യാം. അപ്പോൾ ടൈം ലൈനിലുള്ള ക്ലിപ്പുകളെല്ലാം മീഡിയ ഓഫ്ലൈൻ ആവുന്നതാണ്. അതുപോലെ ഒരു ബിൻ ക്രിയേറ്റ് ചെയ്ത് റഷ് എന്ന നെയിം വെക്കുക. അതിനുശേഷം കൺസോളിഡേറ്റ് ചെയ്ത ഫയൽസ് ഡെസ്റ്റിനേഷനിൽ നിന്നും റഷ് എന്ന ബിന്നിലേക്ക് ഇമ്പോർട്ട് ചെയ്യുക. ഇങ്ങനെ ചെയ്താൽ ടൈം ലൈനിലുള്ള ക്ലിപ്പുകൾ ഓൺലൈൻ ആവുന്നതാണ്. പിന്നീട് റഫറൻസ് വെച്ച് എല്ലാ ക്ലിപ്സും കറക്റ്റ് ആയി വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഈ രീതിയിൽ ചെയ്യുമ്പോൾ XML വീണ്ടും പഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. കൺഫേം ചെയ്തു വെച്ചിരിക്കുന്ന ടൈം ലൈൻ ആയതുകൊണ്ട് എല്ലാം പ്രോപ്പറായി ട്രാൻസ്ഫോർമേഷനും ട്രാൻസിഷൻസും കറക്റ്റായി പൊസിഷനിൽ തന്നെ ഉണ്ടാവും. ജസ്റ്റ് ക്ലിപ്സ് മാത്രം ചേഞ്ച് ചെയ്യുന്നുള്ളൂ. ആ ക്ലിപ്സിന്റെ നെയിം പോലും ചേഞ്ച് ആവില്ല. ഇങ്ങനെ ചെയ്യുമ്പോൾ രണ്ടാമത് കൺഫർമേഷൻ പ്രോസസ് ചെയ്യേണ്ട കാര്യമില്ല. ഇങ്ങനെയാണ് എളുപ്പത്തിൽ ഗ്രേഡ് ചെയ്യാനുള്ള ടൈം ലൈൻ സെറ്റ് ചെയ്യുന്നത്. ഇതിൽ ഗ്രേഡിംഗ് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന കളർ മാനേജ്മെന്റ് ഒന്നും ഉപയോഗിച്ചിട്ടില്ല. അത് അടുത്തൊരു വീഡിയോയിൽ ഷോ ചെയ്യുന്നതാണ്. VFX സ്റ്റുഡിയോയിലേക്ക് ഫയൽ എങ്ങനെ ഫുൾ സൈസ് ആയി സൈഡും ടോപ്പും ക്രോപ്പ് ആവാതെ ഫുൾ റെസല്യൂഷനിൽ സെറ്റ് ചെയ്ത് റെൻഡർ ചെയ്ത് ഡെലിവർ ചെയ്യുന്നു എന്നുള്ള വീഡിയോ ആണ് അടുത്തത്. ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോയ്ക്ക് ഒരു ലൈക്കും കൊടുക്കുക.